എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കർക്കിടക കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നമ്മുടെ മുത്തശ്ശിമാരൊക്കെ ഉണ്ടാക്കി തന്നിരുന്ന താളിലക്കറി അല്ലെങ്കിൽ ചേമ്പിലക്കറി. നമ്മുടെ പറമ്പിലൊക്കെ സാധാരണയായിട്ട് ധാരാളമായി കണ്ടുവരുന്ന ഒന്നാണ് ഈ ചേമ്പില. യാതൊരു പരിചരണമില്ലാതെ പ്രകൃതി തന്നെ തരുന്ന ഔഷധ സസ്യമാണിത്. മഴക്കാലത്ത് തനിയെ മുളച്ചു വരികയും മഴ മാറുമ്പോൾ തനിയെ ഇല്ലാതാവുകയും ചെയ്യുന്ന ഈ താളില വളരെ ഔഷധ ഗുണമുള്ളതാണ്. ഇതിന് ധാരാളം അയണും പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട്. കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനും ക്യാൻസർ ഇല്ലാതാക്കുന്നതിനൊക്കെ വളരെ നല്ലൊരു ചെടിയാണിത്. ഞാനിപ്പോൾ ഇവിടെ എളുപ്പത്തിലുണ്ടാക്കാവുന്ന ഒരു കറിയാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി കൂമ്പല നോക്കി പറിച്ചെടുത്ത് ഇത്തിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് അരമണിക്കൂർ ഒന്ന് മുക്കി വയ്ക്കാം. അവിടെ ഇരിക്കട്ടെ. അരമണിക്കൂർ കഴിഞ്ഞു. ചേമ്പിലയെല്ലാം ഒന്ന് കഴുകി 3-4 പ്രാവശ്യം കഴുകി വേറൊരു ഹോളുള്ള പാത്രത്തിലേക്ക് മാറ്റാം. വെള്ളം പോയി കഴിയുമ്പോൾ അരിഞ്ഞെടുക്കാം. പല രീതിയിലും കറികൾ വയ്ക്കാം. ഇത് ഏറ്റവും എളുപ്പമുള്ള ഒരു കറിയാണ്. ഒരു നാരങ്ങ വലിപ്പം വാളംപുളി, 3 വർഷം മുമ്പ് ഞാനിവിടെ ഉണക്കി വെച്ച വാളംപുളിയാണ്. അതൊന്ന് വെള്ളത്തിലിട്ട് കലക്കിയെടുക്കാം. ഇങ്ങനെയുള്ള കറികൾക്ക് പഴകിയ പുളി തന്നെയാണ് നല്ലത്. 3-4 ഇലകൾ കൂട്ടി വെച്ചിട്ട് ഇതുപോലെ അരിഞ്ഞെടുത്താൽ മതി. അരിഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ചട്ടിയിലേക്ക് വാളംപുളി പിഴിഞ്ഞൊഴിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ പുളി വെള്ളത്തിലാണ് ചേമ്പില വേകേണ്ടത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തു. കല്ലുപ്പാണ് ഞാൻ ചേർത്തത്. 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, ഒരു 10 പച്ചമുളകും കീറിയിട്ടു. കാന്താരി ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. കാന്താരി ഇല്ലാത്തതുകൊണ്ട് ഞാൻ പച്ചമുളക് ചേർക്കുന്നത്. 1 തണ്ട് കറിവേപ്പിലയും 1 കഷ്ണം കായവും ഉലുവയൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച ചേമ്പില ചേർത്ത് കൊടുക്കാം. മെയിനായിട്ട് ഇതിന് ഉപ്പ്, മുളക്, മഞ്ഞൾപ്പൊടി, വെളിച്ചെണ്ണ, പുളി ഇത്രയാണ് വേണ്ടത്. ഇനി ഒന്ന് ആവി വരുമ്പോൾ വെന്തുടഞ്ഞ് വരും. ഒന്ന് മിക്സ് ചെയ്ത് മൂടി വെക്കാം. തുറന്ന് നോക്കാം. വെള്ളമൊക്കെ വറ്റി വന്നു. നല്ലൊരു തൊടുകറിയായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഒന്ന് ഉടച്ചെടുക്കാം. ഒന്നുകൂടി ഒന്ന് മൂടി വയ്ക്കാം. നന്നായി വെള്ളം വറ്റി വരട്ടെ. തുറന്ന് നോക്കാം. നന്നായി ഉടഞ്ഞു വന്നിട്ടുണ്ട്. വെള്ളം വറ്റി തൊടുകറി ഇവിടെ റെഡിയായിട്ടുണ്ട്. കർക്കിടകക്കറി താളിലക്കറിയുടെ റെഡിയായി. എൻ്റെ ചാനൽ പുതുതായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത ബെല്ലൈക്കനും ഓളും പ്രസ് ചെയ്താൽ ഞാനിടുന്ന എല്ലാ റെസിപ്പിയും നിങ്ങൾക്ക് ഇനിമേഷൻ കിട്ടുന്നതാണ്. പണ്ടുള്ളവർ താള്, തകര, തഴുതാമ ഇതെല്ലാം ഉണ്ടാക്കി കഴിക്കുമായിരുന്നു. അതാണ് അവരുടെ ആരോഗ്യം. ഇനി അവസാനമായിട്ട് ഇത്തിരി വെളിച്ചെണ്ണ നമുക്ക് കൊടുക്കാം. വേറെ ഒന്നും ഇതിൽ ചേർക്കേണ്ട ആവശ്യമില്ല. കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. കർക്കിടക മാസത്തിലെ 10 കറികളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ താളില. ഒന്നുകൂടി ഒന്ന് മൂടി വയ്ക്കാം. തുറന്ന് നോക്കാം. കർക്കിടക മാസത്തിൽ ചേന, താളില ഇതൊന്നും ചൊറിയത്തില്ല. പുളി ചേർത്ത് വേവിക്കുന്നതിനൊട്ടും ചൊറിയില്ല. ഔഷധ ഗുണവും കൂടുതലാണ്. ടേസ്റ്റ് ചെയ്ത് നോക്കാം. പാകത്തിന് ഉപ്പും പുളിയും ചൊറിച്ചിൽ ഒട്ടുമില്ല. നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. പറമ്പിലും പാടത്തെല്ലാം ഇതുപോലെ ഒരു ചേമ്പില കാണും. നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണേ. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.